വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ബ്രിട്ടീമിസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓൾറെഡി നമ്മൾ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും PYQs ഒക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ അനാലിസിസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ ഇനി ബോർഡ് എക്സാമിലേക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കാനാണ് CBSEയിലെ സൈറ്റിൽ നമുക്ക് ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നല്ലോണം എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ മോഡൽ വ്യക്തമായിട്ട് മനസ്സിലാവണം, വെയിറ്റേജ് എങ്ങനെയാ വരുന്നതെന്ന് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. അസേർഷൻ ആൻഡ് റീസൺ തന്നിട്ടുണ്ട്. ദ അസേർഷൻ എന്താണ്? സെൽസ് ഓഫ് ടപ്പീറ്റം ഹാവ് മോർ ദാൻ വൺ ന്യൂക്ലിയസ്. നമ്മുടെ ന്യൂക്ലിയസ്, അതായത് ഈ പറയുന്ന ടപ്പീറ്റത്തിന്റെ ആ ഒരു ലെയർ, അതിന്റെ സെൽ എന്ന് പറയുന്നത് മോർ ദാൻ വൺ ന്യൂക്ലിയസ് ഉണ്ട് എന്നാ പറയുന്നത്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. അത് തന്നെ റീസൺ പറഞ്ഞിട്ടുള്ളതോ, ദേ അണ്ടർഗോ മിയോസിസ് വിത്തൗട്ട് സൈറ്റോകൈനസിസ്. ദേ അണ്ടർഗോ മിയോസിസ് വിത്തൗട്ട് സൈറ്റോകൈനസ്. അപ്പൊ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് എന്താണ്? ടപ്പീറ്റം ആണ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് അവർക്ക് ഉണ്ട്. പക്ഷെയോ അവർക്ക് ദേ അണ്ടർഗോ മിയോസിസ് വിത്തൗട്ട് സൈറ്റോകൈനസിസ് ആണോ? നോ. അപ്പൊ എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കാം. റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ആർ പെർസിസ്റ്റന്റ് ഡ്യൂറിംഗ് സീഡ് ഡെവലപ്മെന്റ്. MCQs ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? റെമനന്റ് ഓഫ് ന്യൂസെല്ലസ് അല്ലെ, നമ്മൾ പറയുന്നതാണ്. ഏതാണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ്. ബ്ലാക്ക് പെപ്പർ എക്സാമ്പിൾ ആണ് അല്ലെ. പെർസിസ്റ്റന്റ് ന്യൂക്ലിയസ് കാണുന്നത് ബ്ലാക്ക് പെപ്പറിൽ നമ്മൾ പറയുന്നതാണ്. വോൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം വിച്ച് നറിഷസ് ദ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിന് നറിഷ്മെന്റ് കൊടുക്കുന്നത് ഇതിൽ ആരാണെന്നാണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ടപ്പീറ്റം. ദെൻ ഇവിടെ തന്നിട്ടുള്ള ഫിഗർ നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ പ്ലാസ്മിഡ് വെക്ടറിന്റെ ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഫോറിൻ DNA PBR 322 തന്നിട്ടുണ്ട്. Foreign DNA was ligated at BAM-H1. Transforms were then grown in a medium containing antibiotics, tetracycline and ampicillin. Choose the correct observation for the growth of bacterial colony from the given table. അപ്പം നമ്മുടെ ഈ ഒരു വെക്ടർ നമ്മൾ ട്രാൻസ്ഫറിങ് നടന്നു. BAM-H1 നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഫോറിൻ DNA ലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസ്ഫോമൻസ് വർ ഗ്രോൺ ഇൻ മീഡിയം കണ്ടെയ്നിങ് ആന്റിബയോട്ടിക്സ്. ടെട്രാസൈക്കിളിലും നമ്മൾ ഇട്ടു ആൻഡ് ആംബിസിലിലും നമ്മൾ ഇട്ടു. പക്ഷെ എന്താ സംഭവിക്കുക ഇവിടെ? ടെട്രാസൈക്കിളിന് നോ ഗ്രോത്ത് ആൻഡ് ആംബിസിലിൽ ഗ്രോത്ത് ഉണ്ടാകും അല്ലെ. ടെട്രാസൈക്കിളിൽ നോ ഗ്രോത്ത് ആൻഡ് ആംബിസിലിൽ ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ട്രാൻസ്ഫോമൻസും നോൺ ട്രാൻസ്ഫോമൻസും പഠിക്കുമെന്ന് നമുക്കറിയാം. ട്രാൻസ്ഫോമന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആംബിസിലിനോട് റെസിസ്റ്റന്റ് കപ്പാസിറ്റി. ടെട്രാസൈക്കിളിൽ എന്ത് നടക്കില്ല? ഗ്രോത്ത് നടക്കില്ല, റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഇല്ല. ആംബിസിലിന് റെസിസ്റ്റന്റ് കപ്പാസിറ്റി വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദർ ഗ്രോത്ത് ഓക്കർ. കാരണം എന്തുകൊണ്ടാ? ഈ പറയുന്ന ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ അവിടെ ഉണ്ട്. ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടേക്കാണ് നമ്മൾ BAM-H1 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Then main objective of production of pest resistant GM crops. Pest resistant ആയിട്ടുള്ള GM cropsന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ഓപ്ഷൻസ് എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇറ്റ് റെഡ്യൂസ് പെസ്റ്റ് അക്യുമുലേഷൻ ഇൻ ഫുഡ് ചെയിൻ. ഓരോ ഫുഡ് ചെയിനിൽ നമുക്കറിയാം, ഓരോന്നിനെയും ഓരോ പ്രൊഡ്യൂസറിൽ നിന്ന് പ്രൈമറി കൺസ്യൂമർ, അവിടെ നിന്ന് സെക്കൻഡറി, പിന്നെ ടെർഷ്യറിലേക്ക് പോകുമ്പോൾ അക്യുമുലേഷൻ ഓഫ് പെസ്റ്റിസൈഡ്സ് കൂടും. അതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആണ് എന്ത്? നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റന്റ് GM ക്രോപ്സ് എന്ന് പറയുന്നത്. That sea anemone gets attached to surface of the hermit crab. Kind of population interaction, commensalism അല്ലെ. ഒരാൾക്ക് പോസിറ്റീവും മറ്റൊരാൾക്ക് നോ എഫക്റ്റീവും ആണെങ്കിൽ അവിടെ എന്താണ്? കമൻസാലിസം ആണ്. Then which of the following food chain is a major conduit for energy flow in terrestrial and aquatic ecosystem എന്നാണ് ചോദിച്ചത്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലെ ഡെട്രീറ്റസും അക്വാറ്റിക് എക്കോസിസ്റ്റത്തിലെ ഗ്രേസിംഗുമാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്ത്? ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമായുള്ള മോജ കൻഡ്യൂട്ട് ഫോർ എനർജി ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ അടുത്ത അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് നോക്കാം. അസേർഷൻ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഈസ് ഡിപ്ലോയിഡ്. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അല്ലെ, 6 കറക്റ്റ് ആണ്. പക്ഷെയോ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് എന്താ? ഡിപ്ലോയിഡ് ആണോ? അല്ല, ഇറ്റ് ഈസ് ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം A is false and R is true എന്ന് പറയാം അല്ലെ. A is false and R is true. ഇനി assertion PCR is powerful technique to identify. ഇവിടെ ആൻസർ വരിക D ആണ്.
PCR is a powerful technique to identify genetic disorders. Correct ആണ്. PCR can detect mutations in low amounts of DNA. അതും correct ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, correct reason ആണ് പറഞ്ഞിട്ടുള്ളത്. So A ആണ് correct. Both A and R are true and R is the correct explanation. Mutations identify ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ജനറ്റിക് ഐഡന്റിഫിക്കേഷൻസിന് PCR നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സിനെ മനസ്സിലാക്കാൻ. Identify the activity of endonuclease and exonuclease. ഇവിടെ endonucleaseും exonucleaseും തന്നിട്ടുണ്ട്. നമുക്കറിയാം endonuclease എന്ന് പറഞ്ഞാൽ ചെയിനിന്റെ ഇടയിൽ, ഇൻ ബിറ്റ്വീനിൽ പോയിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും. എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എൻസിൽ അല്ലെ, എന്നിട്ടാണ് സ്റ്റിക്കി എൻസ് അവിടെ റിമെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നതാണ് എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും. അപ്പം ഇടയിൽ പോയിട്ട് കട്ട് ചെയ്യുന്നതാണ് എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാലോ ഇതിന്റെ ടിപ്പ് പോർഷനിൽ, എൻഡ് പോർഷനിലാണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. അപ്പൊ എന്താണ് എൻഡോന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്ന് മനസ്സിൽ വേണം. Endonuclease are type of restriction enzyme that cut DNA at a specialized location. അല്ലെ, സ്പെസിഫിക് ലൊക്കേഷനിൽ പോയിട്ട് കട്ട് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ endonuclease എന്ന് പറയുന്നത്. And it is widely used to clip the sequence in order to obtain DNA fragment. Sticky ends are single stranded DNA that can establish hydrogen bond with adjacent cut DNA fragment. Enzyme ligase later joins these ends. And exonuclease is a restriction enzyme that remove nucleotide from the 5' and 3' end. അപ്പൊ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും എങ്ങനെ വന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യണം, മക്കളെ പഠിച്ചു വെക്കണം. Then the image below shows the result of plating bacteria in chromogenic medium after incorporating the gene of interest in plasmid. നമ്മൾ പറയുന്നതാണ് ക്രോമോജനിക് മീഡിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫറിങ് എളുപ്പമായിരിക്കും. സം പ്ലേറ്റ്സ് ഹാഡ് ബ്ലൂ കോളനീസ്, സം പ്ലേറ്റ്സ് ഹാഡ് വൈറ്റ് കോളനീസ്. എ സിംഗിൾ ബാക്ടീരിയം എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്ലേറ്റ് 1, 2, 3 is shown below. അപ്പൊ ഈ ബാക്ടീരിയന്റെ കൂടെ നമ്മൾ പ്ലാസ്മിഡിനെ ചെയ്തു, എന്നിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റിലും എടുത്തു അല്ലെ. ആൻഡ് ഇവിടെ നോക്കുക, ബാക്ടീരിയ ഫ്രം പ്ലേറ്റ് 1, ബാക്ടീരിയ ഫ്രം പ്ലേറ്റ് 2, ബാക്ടീരിയ ഫ്രം പ്ലേറ്റ് 3. ഇതിൽ എവിടെയാ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്, ബാക്ടീരിയ ഫ്രം പ്ലേറ്റ് 1 ആണ് വന്നിട്ടുള്ളത്. സോ on the basis of your observation identify plate which is white. White എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരും നോക്ക്, gene of interest. Some plates had blue colony, some plates had white colony. Single bacterium extracted plate from 1, 2, 3 is shown എന്നാണ്. അപ്പൊ ഇവിടെ വൈറ്റ് ആയിട്ട് കാണുന്നത് ഏതാണ്, പ്ലേറ്റ് 1. കാരണം ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലൂ ഗ്രീൻ. ജീൻ is inserted in the beta galactosidase site of plasmid, thereby causing insertional inactivation of the enzyme. So no blue color is made. കാരണം ബീറ്റ ഗാലക്ടോസിഡേസ് ആണ് അവിടെ ബ്ലൂ കളർ കൊടുക്കുന്നത്. പക്ഷെ ബീറ്റ ഗാലക്ടോസിഡേസിന്റെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ജീനെ ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ട് ആ കളർ അവിടെ കാണിക്കില്ല. അതുകൊണ്ട് നമുക്ക് പറയാം പ്ലേറ്റ് 1 ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് അതെന്താണ്, വൈറ്റ് കളർ ആണ്. പ്ലേറ്റ് 2 or gene of interest not inserted in the plasmid. പ്ലേറ്റ് 3 എന്താ, നോ പ്ലാസ്മിഡ്. അതുകൊണ്ട് അത് ബ്ലൂ കളറിൽ തന്നെ കാണിക്കുന്നു. അപ്പം അതാണ് ഇത് സെക്കൻഡ് ഓപ്ഷൻ, പ്ലേറ്റ് 2 and 3. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ ആ ഒരു സൈറ്റിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അതിന്റെ റെസ്ട്രിക്ഷൻ ഇല്ലാത്തത്. അപ്പൊ നമുക്ക് ടെട്രാസൈക്ലിൻ ആംബിസൈലിൻ ഇട്ടിട്ട് നോക്കാം, അതല്ലാതെ ക്രോമോജനിക് സബ്സ്റ്റൻസ് വഴി എന്ത് ചെയ്യാം, ഇതുപോലെ ഐഡന്റിഫിക്കേഷൻ എളുപ്പമാണ്. CTTAAG and GAATTC. അല്ലെ, what are such sequence called? Name the enzyme used that recognizes such nucleotide sequence. What is their significance in biotechnology? നമുക്കറിയാം, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നതിനെ പാലിൻഡ്രോമിക് സീക്വൻസസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ആൻഡ് what are the sequence called? Name the enzyme used recognition as nucleotide sequence. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. ഇനി സബ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദർ സിഗ്നിഫിക്കൻസ്? എന്തിനാണ്? റെസ്ട്രിക്ഷൻ എൻസൈം ക്യാൻ മേക്ക് കോംപ്ലിമെന്ററി കട്ട് കൗണ്ടർ പാർട്ട് ഫോമിംഗ് സ്റ്റിക്കി എൻഡ്സ് ഫോർ റീകോമ്പിനേഷൻ DNA. RDNA ഉണ്ടാക്കുന്ന നേരത്ത് ആ കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA തന്നെ ഫോം ചെയ്യാൻ എളുപ്പത്തിനാണ് പാലിൻഡ്രോമിക് സീക്വൻസ് ഉള്ളത്. ആൻഡ് ഫെസിലിറ്റേറ്റ് ലിഗേഷൻ ഓഫ് വെക്ടർ ആൻഡ് ഫോറിൻ DNA. ആ DNA കൺസ്ട്രക്ട് ചെയ്യാൻ ഈ ഒരു സീക്വൻസ് ഉള്ളത് എന്താണ്, സിഗ്നിഫിക്കന്റ് ആണ്. Explain how PCR technique can be used for amplification of small amount of DNA. ഈ വർഷത്തെ സാമ്പിൾ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. PCR നോക്കാതെ നിങ്ങൾ പോകരുത്, അതിന്റെ സ്റ്റെപ്സും അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓർഡർ കറക്റ്റ് തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. സോ PCR stands for polymerase chain reaction അല്ലെ. PCR stands for polymerase chain reaction. In this reaction, multiple copies of gene of interest are synthesized in vitro using 2 sets of primers. PCR എന്ന് പറഞ്ഞാൽ polymerase chain reaction ആണ് അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആർ സിന്തസൈസ്ഡ്. കുറേ കോപ്പീസിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ്
In vitro, using 2 sets of primers, small chemically synthesized oligonucleotides are complementary to the regions of DNA. Enzyme DNA polymerase and enzyme extend the primer using nucleotides provided in the reaction and genomic DNA template. നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ആദ്യം ഒരു DNA സ്റ്റാൻഡ് എടുക്കുന്നു, എന്നിട്ടോ അതിന്റെ ഇടയിൽ ബ്രേക്ക് ചെയ്യുന്നു, നല്ലോണം ടെമ്പറേച്ചർ കൂടി ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ പ്രൈമർ സെറ്റിൽ കൊടുക്കുന്നു. പ്രൈമേഴ്സിൽ അതിന്റെ കോംപ്ലിമെന്ററി DNA നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മൾ പഠിക്കുന്ന ഡീനാച്ചുറേഷൻ ആൻഡ് എന്താണ് അനീലിംഗ്. അത് കഴിഞ്ഞിട്ട് ടാഗ് പോളിമറൈസിന് പകരം നമ്മൾ ടാഗ് പോളിമറൈസ് എൻസൈം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കാരണം അത്രയും ടെമ്പറേച്ചറെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി. ആ ടാഗ് പോളിമറൈസ് എൻസൈം വെച്ചിട്ടോ the thermos aquatic tag polymerase enzyme remains active during high temperature, induced denaturation of double stranded, amplified fragment is desired and can be ligated with a vector. പിന്നെ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് എക്സ്റ്റൻഷൻ നടക്കുന്നു. ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് വീണ്ടും പല തവണ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കോപ്പീസിനെ ജനറേറ്റ് ചെയ്യുന്നു. സോ PCR ടെക്നിക്ക് പഠിക്കണം, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. Each cycle has 3 steps: denaturation, annealing and extension. ഇതൊരു റഫ് ഫിഗറും കൂടെ വരച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ 5' to 3', 3' to 5', അവിടെ ബ്രേക്കിംഗ് ഉണ്ടാവുന്നു, പ്രൈമേഴ്സ് വരുന്നു, പ്രൈമേഴ്സിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവിടെ DNA സീക്വൻസുകൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു, ആൻഡ് DNA പോളിമറൈസ് നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ടോ എക്സ്റ്റൻഷൻസ് നടത്തുന്നു. ഈ 3 സ്റ്റെപ്പും പക്ക ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ബില്യൺ ടൈംസ് ആംപ്ലിഫിക്കേഷൻ നടത്തുന്നതിനനുസരിച്ച് കുറെ കോപ്പീസിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Then assume that GPP forest A, GPP forest B, GPP forest C. If forest A has NPP is equal to 1254 joule per meter square per day, forest B has NPP 2157 joule per meter square day, forest C has NPP 779 joule per meter square per day, which one of these forests has maximum energy loss by respiration എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം GPP മൈനസ് ആർ അല്ലെ, GPP മൈനസ് ആർ. സോ GPP മൈനസ് ആറിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, NPP എന്ന് പറയുന്നത് ആണല്ലോ. GPP മൈനസ് ആർ. ഇവിടെ നമ്മൾ ആദ്യത്തെ A ഫോറസ്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ A ഫോറസ്റ്റിലെ GPP മൈനസ് ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ NPP തന്നിട്ടുണ്ട്, ഫോറസ്റ്റ് എയിൽ 1254 ആണ്, യൂണിറ്റ് നമ്മളിപ്പോ എഴുതുന്നില്ല. B ഫോറസ്റ്റിലോ GPP മൈനസ് ആർ എന്ന് പറയുന്നത് എന്താണ്, B ഫോറസ്റ്റില് 2157 ആണ്. C ഫോറസ്റ്റിലോ GPP മൈനസ് ആർ എന്ന് പറയുന്നത് എന്താണ്, GPP മൈനസ് ആർ എന്ന് പറയുന്നത് 779 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. ആൻഡ് ഇത് ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നോക്കിക്കേ, GPP ഫോറസ്റ്റ് A ഈസ് ഈക്വൽ ടു GPP ഫോറസ്റ്റ് B ഈസ് ഈക്വൽ ടു GPP ഫോറസ്റ്റ് C. മൂന്നിന്റെയും GPP എന്താണ്, ഒരേതാണെന്നും പറഞ്ഞു, സെയിം ആണെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം, മൂന്നിന്റെ GPPനെ നമ്മൾ GPP തന്നെ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഈ ആറിന് 1254 പ്ലസ് ആർ, ഇവിടെ 2157 പ്ലസ് ആർ, 779 പ്ലസ് ആറിലേക്ക് എടുത്തു. അതായത് GPP ഈസ് ഈക്വൽ ടു, ഓക്കെ. അപ്പൊ നമുക്കറിയാം GPP ഇത് മൂന്നും ഈക്വൽ ആണെന്നാ പറയുന്നത് അല്ലെ. ഇത് മൂന്നും ഈക്വൽ ആണ്, 125 പ്ലസ് ആർ, 2157 പ്ലസ് ആർ, 779 പ്ലസ് ആർ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നിന്റെയും GPP ഇവിടെ എന്താണ്, ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ വിച്ച് വൺ ഓഫ് ദിസ് ഫോറസ്റ്റ് ഹാസ് മാക്സിമം എനർജി ലോസ് ബൈ റെസ്പിറേഷൻ. മാക്സിമം എനർജി ലോസ് ബൈ റെസ്പിറേഷൻ ഇവിടെ ആർക്കാണ് ഉണ്ടാവുക എന്നാണ് നമുക്കറിയാം. GPP എന്ന് പറഞ്ഞാൽ എന്താണ്, NPP പ്ലസ് ആർ ആണ്. ഓക്കെ, NPP പ്ലസ് ആർ ആണ്. ഇനി ആർ എന്താണ്, ആർ എന്ന് പറയുമ്പോൾ എന്താണ്, ആറിനെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ GPP മൈനസ് NPP അല്ലെ. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കുറച്ചാൽ നമുക്ക് റെസ്പിറേറ്ററി പ്രൊഡക്റ്റ് കിട്ടും, റെസ്പിറേറ്ററി കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് പറയാം, ഇഫ് GPP ഈസ് ഈക്വൽ, മൂന്നിലും GPP ഈക്വൽ ആണ്, ദെൻ വി ക്യാൻ മാനിപ്പുലേറ്റ് NPP ഇക്വേഷൻ ആൻഡ് സോൾവ് അല്ലെ. അപ്പൊ NPP എന്ന് പറയുന്നത് GPP മൈനസ് റെസ്പിറേഷൻ പ്ലാന്റ്സ് ആണ്. അപ്പൊ റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് ഈസ് ഈക്വൽ ടു GPP മൈനസ് NPP. ദിസ് മീൻസ് ദാറ്റ് സ്മോളസ്റ്റ് NPP കറസ്പോണ്ട് ടു ലാർജസ്റ്റ് റെസ്പിറേഷൻ അല്ലെ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എത്ര കൂടുതലുണ്ടോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ റെസ്പിറേറ്ററി ലോസ് അത്രയും കുറവായിരിക്കുമെന്ന്. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ.
യെസ്, അതെ. കാരണം ഇവിടെ നോക്കുക, GPP കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ NPP നമുക്ക്, കാരണം NPP എന്ന് പറഞ്ഞാൽ GPP -R ആണ്. അപ്പൊ -R എത്ര കുറയുന്നോ അത്രയും NPP കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ NPP തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇവർ രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഏറ്റവും കൂടുതലുള്ളത് ഏർക്കാണ്, ഫോറസ്റ്റ് B ആണ്, അല്ലേ? ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? 7799 GPP. ഏറ്റവും കുറവുള്ളത് സിക്കും ഏറ്റവും കൂടുതലുള്ളത് ബിക്കും. അപ്പൊ ഏറ്റവും കുറവ് റെസ്പിറേറ്ററി NPP ഉള്ളത് ഫോറസ്റ്റ് C ആയതുകൊണ്ട് ദാറ്റ് മീൻസ് ലാർജസ്റ്റ് റെസ്പിറേറ്ററി ലോസ് ഇസ് ഫോർ ഫോറസ്റ്റ് C. അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് എഴുതാം. ക്ലിയർ? യെസ്. ആൻഡ് ഇനി ഡ്രോ ആൻ ഇക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പർ ഓഫ് ഫോളോയിങ് ഫുഡ് ചെയിൻസ് ആണ്. ഗ്രാസ്, ആനിമൽ, ഫ്ലീസ് ഓൺ ദ ഹോസ്റ്റ് ആനിമൽ തന്നിട്ടുണ്ട്. ഗ്രാസ് എന്ന് പറയുമ്പോൾ നല്ല കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാകും, ആൻഡ് ആനിമൽസ് കുറച്ചുകൂടെ കുറയും. പക്ഷെ ഫ്ലീസോ കുറേ ഉണ്ടാവും, അല്ലെ? ആനിമൽസിനേക്കാൾ കൂടുതൽ ഉണ്ടാകും ആ ഹോസ്റ്റിലുള്ള ഫ്ലീസ്, ആ ഒരു ഈച്ചകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, അതിന്റെ പിരമിഡ് എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തേത് അതാണ് എന്റെ പിരമിഡ്. ബിന്റെ പിരമിഡോ ട്രീ ആണ് പ്രൊഡ്യൂസർ. അപ്പൊ അത് വളരെ ചെറുതാണ്, കാരണം ഒരൊറ്റ ട്രീയേ ഉള്ളൂ. അവിടെ ജീവിക്കുന്ന ഇൻസെക്ട്സോ നല്ലോണം കൂടും, പക്ഷെ അതിൽ വുഡ്പെക്കേഴ്സോ കുറച്ചുകൂടെ കുറയും. അപ്പൊ അതിന്റെ പിരമിഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പൊ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമർ ആൻഡ് സെക്കൻഡറി കൺസ്യൂമർ, ഈ രീതിയിലാണ് വരിക. അപ്പൊ പിരമിഡ്, ഇക്കോളജിക്കൽ പിരമിഡ്സ് വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ പ്രോപ്പർ ആയിട്ട് അതിന്റെ കൗണ്ട് എത്ര വരും എന്ന് മനസ്സിലാക്കി ആലോചിച്ചിട്ട് വേണം എഴുതാൻ. ചില സമയത്ത് ഇൻവേർട്ടഡ് പിരമിഡ്സും തരും, അപ്പൊ അതിനനുസരിച്ചും കൂടെ എഴുതാൻ ശ്രമിക്കാം. Next question, a farmer grew 2 varieties of corn crop in field A and B, grew normal corn crops in A and GM corn crops in field B. 2 വെറൈറ്റീസ് ക്രോൺ ഉണ്ട്, എയും ബിയും. എ ക്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ കോൺ ക്രോപ്പ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? GM കോൺ ക്രോപ്പ് ആണ്. അപ്പം എ ക്രോപ്പിന് നോർമലും GM ക്രോപ്സ് രണ്ടും രണ്ടായിട്ട് നമ്മൾ വളർത്താണ്. ഹി ഒബ്സർവ് കോൺ ബോറോസ് അറ്റാക്ക് ഓൺലി ഇൻ ഫീൽഡ്, അല്ലേ? GM ക്രോപ്സിനെ ബാധിക്കോ? ഇല്ല, പക്ഷെ എ ഫീൽഡിനെ ബാധിച്ചു. ടു കൺട്രോൾ ഇറ്റ്, സ്പോർസ് ഓഫ് BT വാസ് സ്പ്രെഡ് ഇൻ ഫീൽഡ്. അപ്പൊ ഇവിടെ നെയിം ദ ജീൻ ഇൻ ദ സ്പോർസ്, ഇവിടെ യൂസ് ചെയ്ത സ്പോർ ഏത് ജീനാണ്? വാട്ട് എഫക്ട് വിൽ സ്പോർസ് ഓഫ് BT ഹാവ് ഓൺ ഇൻസെക്ട് പെസ്റ്റ്? ഹൗ ഹാസ് ഫീൽഡ് B ഡെവലപ്പ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് പെസ്റ്റ്? നമുക്കറിയാം, ബാസിലസ് തുറിഞ്ചൻസ് ഓർത്താൽ മതി. ഇവിടെ യൂസ് ചെയ്ത ജീൻ ഏതാ? Cry1AB ജീൻസ് ആണ്. Cry1AB ജീൻ നമ്മൾ യൂസ് ചെയ്തു. ആൻഡ് സ്പോർസ് ഓഫ് BT കണ്ടെയ്ൻ ക്രിസ്റ്റലൈൻ ടോക്സിൻ, അതെന്താ? ഇൻആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ഇത് നമ്മുടെ ബാക്ടീരിയത്തിന്റെ ഉള്ളിൽ കയറിയാൽ ആൽക്കലൈൻ pH കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും? അവരുടെ ഗട്ട് ലൈനിങ് മുഴുവൻ ഡിസ്ട്രോയ് ചെയ്ത് ബാക്ടീരിയനെ നശിപ്പിക്കും. ആൻഡ് BT ടോക്സിൻ ഈസ് ക്ലോൺഡ് ആൻഡ് ഇൻസേർട്ടഡ് ടു പ്ലാന്റ് ജീനോം ബൈ റീകോമിനന്റ് DNA ടെക്നോളജി, അല്ലെ? ഇവിടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു? ആ DNA ടെക്നോളജി വഴി. ആൻഡ് ഇറ്റ് എക്സ്പ്രസ് BT ടോക്സിൻ ജീൻ ആൻഡ് ബിക്കം പെസ്റ്റ് റെസിസ്റ്റന്റ്. പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ജീനെ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു BT ടോക്സിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഡ്രോ എ pyramid of numbers where large number of insects are feeding on the leaves of tree. What is the shape of this pyramid? Will the pyramid of energy be also of same shape in this situation? Give reason for your response. അപ്പൊ പിരമിഡ് വരയ്ക്കാനാ പറഞ്ഞിട്ടല്ലേ? ഇതുപോലെ ഞാൻ പറഞ്ഞു, എപ്പോഴും ചോദിക്കുന്ന റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പിരമിഡ് വരയ്ക്കാൻ. ഇൻവേർട്ടഡ് പിരമിഡ് ആണ്, ബിക്കോസ് ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ് ഫീഡ് ഓൺ എ ട്രീ, അല്ലെ? ട്രീ നേരത്തെ നമ്മൾ കണ്ട പോലെ ട്രോപ്പിക് ലെവൽ 1 ട്രീ വരും, ട്രോപ്പിക് ലെവൽ 2 എന്താണ്? ഇൻസെക്ട്സ് ആണ് വരിക. ഇനി ഇവിടെ ചോദിച്ചു നോക്കിക്കേ, ഓൾസോ സെയിം ഷേപ്പ് ഇൻ ദ സിറ്റുവേഷൻ, ഗിവ് റീസൺ ഫോർ യുവർ റെസ്പോൺസ്. എനർജിയുടെ റെസ്പോൺസ് അങ്ങനെയാണോ? അല്ല, കാരണം പിരമിഡ് ഓഫ് എനർജി ഇസ് ഓൾവേസ് അപ്രൈറ്റ്. ഇത് ഇൻവേർട്ടഡ് ആണ്. pyramid of energy എന്ന് പറയുന്നത് always upright ആണ്, cannot be inverted because energy is constantly lost. എപ്പോഴും എന്താണ്? കുറഞ്ഞേ വരുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ വർഷത്തെ സാമ്പിൾ പേപ്പറിൽ ഉള്ളതാണ്. ഡയഗ്രാം given below depict different species of warbler birds feeding on different regions on the spruce tree. Explain the mechanism which help them to coexist. കണ്ടില്ലേ, പലതരത്തിലുള്ള വാബ്ലേഴ്സുകൾ ഉണ്ട്. ബേ ബ്രസ്റ്റഡ് വാം ഫീഡ് മിഡിൽ പാർട്ട് ഓഫ് ട്രീ, മറ്റേതോ feeds at the tip of branches. Yellow എന്താ ചെയ്യുന്നത്? lower part of tree and the base of middle branches. What does Gauss's exclusion principle state? നമ്മൾ വാബ്ലേഴ്സിന് പറഞ്ഞാണ്, അല്ലെ? കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. ഇവിടെ എന്താണ്? they are able to coexist. എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി അവരുടെ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നു? അവർ പാർട്ടീഷൻ നടത്തുന്നു. 2 species compete for same resource. They could avoid competition by choosing different foraging pattern. അവരുടെ ഫീഡിംഗ് പാറ്റേൺ അവർ മാറ്റി. MacArthur showed that 5 closely related species of warblers living on same tree were able to avoid competition and coexist due to behavioral difference in their foraging activity. അവരുടെ ഫീഡിംഗ് പാറ്റേൺ മാറ്റി എല്ലാവർക്കും അവർക്ക് അവരുടേതായ ടൈപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റി. കോമ്പറ്റീഷനെ ഒഴിവാക്കുന്നു. ദാറ്റ് ഇസ് റിസോഴ്സ് പാർട്ടീഷനിങ്.
ഇനി ബി എന്താ? വാട്ട് ഡസ് കോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് two closely related species competing for same sources cannot coexist indefinitely and the competitive inferior one will be eliminated. കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എപ്പോഴും രണ്ടിനും ജീവിക്കാൻ പറ്റില്ല. ഇൻഫീരിയർ ആയിട്ടുള്ളത് എപ്പോഴും എന്ത് ചെയ്യും? അവിടെ എലിമിനേറ്റഡ് ആവും എന്നാണ് ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ആൻഡ് കോമ്പറ്റീവ്ലി ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ് ഇവൻച്വലി, അല്ലേ? ആൻഡ് ഡസ് ഇറ്റ് അപ്ലൈ ഇൻ ദ കേസ് ഷോൺ എബോ? ഇവിടെ അപ്ലൈ ചെയ്യോ? ഇല്ല. കാരണം എന്താ? അവർ റിസോഴ്സ് പാർട്ടീഷൻ ചെയ്തു, അവർക്ക് അവിടെ കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സാമ്പിൾ ക്വസ്റ്റ്യൻസ് നല്ലോണം അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക. മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സി യു സോൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ ക്ലാസ് ഇഷ്ടമായി, വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ ഡിയേഴ്സ്.